ഹലോ വിദ്യാർത്ഥികളെ, ബെൽറ്റുകളുടെ റിപ്പയർ ആൻഡ് റിപ്ലേസ്മെൻറ്റ് പിന്നെ പ്രവർത്തനക്ഷമത പരിശോധിക്കാൻ സംബന്ധിച്ച ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം. വിവിധ സംവിധാനങ്ങളുടെ അവിഭാജ്യ ഘടകമാണ് ബെൽറ്റുകൾ. ഇത് പവർ ട്രാൻസ്മിഷനും സുഗമമായ പ്രവർത്തനവും സാധ്യമാക്കുന്നു. ഇന്ന് ബെൽറ്റുകൾ പരിപാലിക്കേണ്ടതിൻ്റെ പ്രാധാന്യം അഥവാ അതിൻ്റെ റിപ്പയറിംഗ് പിന്നെ റിപ്ലേസിംഗ് പ്രക്രിയ, ആവശ്യമായ ഉപകരണങ്ങൾ എന്നിവയെക്കുറിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട്. ഇത് വിഷയത്തിൻ്റെ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ആരംഭിക്കാം. ലക്ഷ്യം: ഈ വ്യായാമത്തിൻ്റെ അവസാനം നിങ്ങൾക്ക് കഴിയും ഡ്രൈവറിലും ഓടിക്കുന്ന പുള്ളിയിലും ഒരു ബെൽറ്റ് ഉറപ്പിക്കുക, ഒരു വി ബെൽറ്റ് ഡ്രൈവിൻ്റെ ടെൻഷൻ അളക്കുക, സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് ബെൽറ്റ് ടെൻഷൻ അഡ്ജസ്റ്റ് ആക്കുക. ഇപ്പോൾ ബെൽറ്റുകളുടെ അറ്റകുറ്റപ്പണികൾ, മാറ്റിസ്ഥാപിക്കൽ, പ്രവർത്തനക്ഷമത വിലയിരുത്തൽ എന്നിവയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങളെക്കുറിച്ച് സംസാരിക്കാം. സിസ്റ്റത്തെയും ബെൽറ്റിൻ്റെ തരത്തെയും ആശ്രയിച്ച് നിർദ്ദിഷ്ട ഉപകരണങ്ങൾ വ്യത്യാസപ്പെടാം. സാധാരണയായി ഉപയോഗിക്കുന്ന ചിലവ ഇതാ. ആവശ്യമായ ഉപകരണങ്ങൾ: ബെൽറ്റിൻ്റെ അറ്റത്ത് ചേരുന്നതിന് അലിഗേറ്റർ ഫാസ്റ്റനർ, ലേസിംഗ് മെഷീൻ ഫാസ്റ്റനറുകളുടെ പാക്കിങ്ങിനായി, കട്ടർ ബെൽറ്റിൻ്റെ അറ്റങ്ങൾ മുറിച്ച് പൂർത്തിയാക്കാൻ. ബെൽറ്റുകളുടെ അറ്റകുറ്റപ്പണികൾ, മാറ്റിസ്ഥാപിക്കൽ, പ്രവർത്തനക്ഷമത പരിശോധിക്കൽ എന്നിവയിൽ നിരവധി ഘട്ടങ്ങൾ ഉൾപ്പെടുന്നു. പ്രക്രിയയുടെ പൊതുവായ ഒരു രൂപരേഖ ഇതാ. ആവശ്യമുള്ള നീളത്തിൽ ബെൽറ്റ് അടയാളപ്പെടുത്തി മുറിക്കുക. ബെൽറ്റിൻ്റെ രണ്ട് അറ്റങ്ങളും ട്രിം ചെയ്യുക. ലേസിംഗ് മെഷീന്റെ ജാടകളിൽ കേന്ദ്രമായി ഒരു അലിഗേറ്റർ ഫാസ്റ്റനർ ഘടിപ്പിക്കുക. മെഷീനിൽ ഫാസ്റ്റനർ പിടിക്കാൻ പിൻ ജാടയുടെ വശത്തേക്ക് ഘടിപ്പിക്കുക. യന്ത്രത്തിന്റെ താടിയെല്ലുകൾക്കിടയിൽ ബെൽറ്റ് മധ്യഭാഗത്ത് വയ്ക്കുക. ബെൽറ്റുമായി ഫ്ലഷ് ആകുന്നതുവരെ ഫാസ്റ്റനർ ബെൽറ്റിലേക്ക് അമർത്താൻ മെഷീൻ പ്രവർത്തിപ്പിക്കുക. ചിത്രം 5.6. ഫാസ്റ്റനറിന്റെ അറ്റങ്ങൾ ട്രിം ചെയ്യുക. പുള്ളികൾക്ക് നേരെ പരുക്കൻ വശം കൊണ്ട് പുള്ളികൾക്ക് അരികിൽ ഷാഫ്റ്റുകൾക്ക് ചുറ്റും ബെൽറ്റ് വയ്ക്കുക. രണ്ട് അറ്റങ്ങളും പിൻ ഉപയോഗിച്ച് ബന്ധിപ്പിക്കുക. ബെൽറ്റ് ആദ്യം ചെറിയ പുള്ളി അറ്റത്ത് ഘടിപ്പിക്കുക, തുടർന്ന് വലിയ പുള്ളിയിലേക്ക് ഓടിക്കുക.
അവസാനം ബെൽറ്റിന്റെ ടെൻഷൻ പരിശോധിച്ച് ക്രമീകരിക്കുക. വിഷയം അവതരിപ്പിച്ച് ലക്ഷ്യങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ബെൽറ്റുകളുടെ റിപ്ലേസിങ്ങും പിന്നെ റിപ്പയറും പ്രവർത്തനക്ഷമത വിലയിരുത്താൽ പിന്നെ ആവശ്യമായ ഉപകരണങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ആരംഭിച്ചത്. വി ബെൽറ്റ് ഡ്രൈവ് ഉപയോഗിച്ച് ബെൽറ്റ് ടെൻഷൻ ക്രമീകരിച്ചുകൊണ്ട് ഞങ്ങൾ ഘട്ടം ഘട്ടമായി റിപ്പയർ ചെയ്യുന്ന പ്രക്രിയയിലൂടെ കടന്നുപോയി. ഒടുവിൽ ചില മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ ഉപയോഗിച്ച് ഞങ്ങൾ നിങ്ങളുടെ അറിവ് പരീക്ഷിച്ചു. നിങ്ങളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ ഇത് വളരെ ഉപയോഗപ്രദമാണെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എല്ലാ ആശയങ്ങളും വ്യായാമങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ അടുത്ത വീഡിയോയിൽ ഞങ്ങൾ നിങ്ങൾക്ക് മറ്റൊരു അത്ഭുതകരമായ ആശയം കൊണ്ടുവരും. അതുവരെ ശ്രദ്ധിക്കുക.